ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു എംബ്രോയ്ഡറി ഡിസൈനാണ്. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളതൊരു സാറ്റിൻ്റെ ക്ലോത്താണ്. ഈ ക്ലോത്തിൽ ഇതുപോലെ കുറച്ച് ഡിസൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മളൊരു സ്റ്റെം സ്റ്റിച്ചും അതുപോലെ തന്നെ ലേസി ഡേസി സ്റ്റിച്ചുമാണ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഡിസൈനാണ്. ബിഗിനേഴ്സിന് പോലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഒരു 4 കളർ ത്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഫ്ലവേഴ്സൊക്കെ നമ്മൾ കളർ മാറ്റി മാറ്റിയാണ് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ ഒരു ബ്രൗൺ കളർ ത്രെഡ് വെച്ചിട്ട് സ്റ്റെമ്മും കൂടെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ഫ്ലവർ ചെയ്ത് കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ത്രെഡ് എടുത്തിട്ട് ഇതുപോലെ ഒരു നോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലവർ ചെയ്യുന്നത് ലേസി ഡേസി സ്റ്റിച്ച് വെച്ചിട്ടാണ്. ഒരു ഫ്ലവർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി വരച്ചിട്ടുള്ള ലൈനിൽ സ്റ്റെം സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. ഈ ഒരു സ്റ്റിച്ചിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 6 strands ആണ് എടുക്കുന്നത്. ഈ ഒരു സ്റ്റിച്ച് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ ബാക്കി വരുന്ന നൂല് കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ഒരു സ്റ്റിച്ചിൻ്റെ 2 സൈഡുമായിട്ട് ചെറിയ ബീഡ്സ് തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു സൈസിലുള്ള വൈറ്റ് കളർ ബീഡ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് കളർ ബീഡ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഫ്ലവറിൻ്റെ നടുക്കൊരു ബീഡ് തുന്നി കൊടുക്കാം. പിന്നെ അതിന് ശേഷം നേരത്തെ കൊടുത്ത ആ സ്റ്റിച്ചിൻ്റെ 2 സൈഡിലുമായിട്ട് നമുക്ക് ബീഡ്സ് തുന്നി കൊടുക്കാം.
ഇങ്ങനെ ഒരു ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ യെല്ലോ കളറാണ് ഒരു ഫ്ലവറിന് എടുത്തിട്ടുള്ളത്. ബാക്കി വരുന്നിടത്ത് നമുക്ക് ഫ്ലവറിൻ്റെ കളറ് മാറ്റി കൊടുക്കാം. അതുപോലെ തന്നെ സ്റ്റെമ്മിന് എല്ലായിടത്തും ഒരേ കളർ തന്നെയാണ്. ഇതാണ് നമ്മുടെ ഡിസൈനിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ലുക്ക്. വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമുക്കിത് കുറച്ചുകൂടെ ലെങ്ത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ലൈൻസ് ഒന്നുകൂടെ നീട്ടി വരച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഫ്ലവേഴ്സൊക്കെ കൊടുക്കാം. പിന്നെ ഇതിൻ്റെ നെക്ക് വരുന്നത് ഈ ഒരു പോർഷനിലാണ്. ഇവിടെ ആയിട്ടാണ് നെക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.